ഞങ്ങൾക്ക് എന്ത് ചെയ്യണം തോന്നുന്നുണ്ടോ? തെഞ്ഞിക്കണോ? ഇത് അമ്മ, ഇതിന്റെ വൈഫ്, ഇതിന്റെ മോള്, ഇത് ഏട്ടന്റെ ചെക്ക. 10K ആയിട്ട് ഞങ്ങൾ ഇതുവരായിട്ട് ഒരു പരിപാടി കാട്ടില്ല. അങ്ങനെ ഇത് നമ്മൾ ബത്തേരി എത്താനായി. ഞങ്ങളപ്പോൾ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല കേട്ടോ. ഇവിടെ ഹോട്ടൽ നോക്കിയപ്പോൾ ഹോട്ടലും തുറന്നില്ല. അപ്പോൾ ഇപ്പോൾ സമയം 1:30 ആയപ്പോൾ ഞങ്ങൾ ഇന്നലെ വാങ്ങിയ കറുവത്ത് എന്താ മുറിച്ചേക്ക. ഞങ്ങളുടെ പുതിയ വീടിലേക്ക് സ്വാഗതം. വേറെ 2 ഹായും കൂടിയുണ്ട്. ഹായ് അപ്പു. ഹായ് അമ്മു. നമ്മൾക്ക് ഇന്നലെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വന്നൊരു കമൻ്റ് ആയിരുന്നു. പക്ഷേങ്കിൽ പല സാഹചര്യങ്ങളും ഞങ്ങളിത് വിട്ടുപോക്കാണ്. പറയണം കരുതും. പറഞ്ഞു തുടങ്ങിയിട്ട് പിന്നെ സംസാരിച്ചതിന് പോകുമ്പോൾ വിട്ടുപോകും. അപ്പോൾ നിങ്ങൾ രണ്ടും അപ്പും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങൾ എവിടെയാണ് സ്ഥലം എന്നാണ് കമൻറ്റ് ചെയ്യേണ്ടത്. നമ്മൾക്കത് അറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇനി നമ്മളുടെ പരിപാടി ഇന്നലെ നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. ഇവിടെയാണ് കടന്നുറങ്ങിയത്. എടായിൽ കൊണ്ടുവന്ന വണ്ടി നിർത്തിയിട്ട് ഇവിടെയാണ് കടന്നുറങ്ങുന്നത്. HP പമ്പാണ്. പമ്പ് ഇവിടുന്ന് അങ്ങോട്ട് പോയ മൈസൂർ, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഗുണ്ടൽപേട്ട്, പിന്നെ നമ്മുടെ നാട്, അങ്ങനെ പോവാം. എന്നാൽ പിന്നെ നമ്മൾക്ക് ഇങ്ങനെ ഇറങ്ങി നോക്കാം പതുക്കെ. ഇന്നത്തെ ദിവസം കുക്കിംഗ് ഉണ്ടോ? കുക്കിംഗ് പറ്റുവാണെങ്കിൽ കുക്കിംഗ് ചെയ്യാം. ഇല്ലാന്നാണെങ്കിൽ ഞങ്ങൾ പുറത്ത് കഴിച്ച് അങ്ങനെ പോയിരിക്കും. കാരണം നമ്മൾ നാട്ടിലേക്ക് ഇന്ന് വീട്ടിലേക്ക് എത്തും. അപ്പോൾ ഇന്ന് വീടെത്തുന്നത് വരെയുള്ള കാഴ്ചകളായിട്ട് കാണാൻ നോക്കാം അല്ലേ. വീടെത്തുന്നത് വരെയുള്ള കാഴ്ചകൾ, വീട്ടിലെ കാഴ്ചകളും വീട്ടുകാരുടെ ഒക്കെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാൻ, ലൈക്ക് അടിക്കാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതൊന്നൊരു അവസാനമല്ല, ഇതൊക്കെ മറ്റൊന്നിൻ്റെ തുടക്കമാണ് അല്ലേ. ഇത് നമ്മൾ ഓരോ തവണ ഇപ്പോൾ ഒരു മാസമൊക്കെ ആയില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഒന്ന് വീട്ടിൽ പോയിട്ട് വരാം എന്ന് കരുതിയിട്ടാണ്. നമ്മൾ ഈ ഓട്ടോറിക്ഷ ആയതുകൊണ്ട് ഒരു ദിവസം 150, 170, 200 ഉള്ളിലേക്ക് ഓടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ദിവസം വരുന്നത്. നമ്മളടുത്തൊരു 4 വീലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് വേറെ എവിടെയെങ്കിലേക്ക് എത്തിയേക്കും. ഒരുപാട് ദൂരം നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി കഴിയും. പക്ഷേ ഓട്ടോ ആയതുകൊണ്ട് തന്നെ കേട്ടോ നമുക്ക് വേറൊരു സുഖമുള്ളത്, പതുക്കെ പോണോണ്ട് എല്ലാ സംഭവവും ശരിക്കും കണ്ടു പോവാം. പോവല്ലോ, പതുക്കലെ പോകണം. 35 മൈൽ സ്പീഡ്, അതാണ് ഏറ്റവും വലിയ സ്പീഡ്. ഞങ്ങളത് 40 വരെ പോക്കുണ്ട്. അത് അങ്ങനെ ഒരു പോക്കൊന്നുമില്ല. കാരണം നമ്മൾ വണ്ടിനെ കാക്കണം കൊണ്ട് അത്ര വലിയ പോക്കില്ല. വെല്ല പോകുന്നതുകൊണ്ട് തന്നെ എല്ലാ കൃഷിയിടങ്ങളും മര്യാദയ്ക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു സാധനത്തിൻ്റെ കണ്ടാൽ ഇപ്പോൾ ഇവിടെ തന്നെ നിർത്താൻ പറ്റും. എല്ലാത്തിനും പറ്റുന്ന സ്പീഡാണത്. അതെന്തായാലും നമ്മളിവിടുന്ന് ഇറങ്ങുവാണ്. ചായ കുടിച്ച് ചോദിച്ചാൽ ഒരു ഗ്ലാസ് കട്ടൻ ചായയും 2 ബിസ്ക്കറ്റും കഴിച്ചു. ഇനി പോകുന്ന വഴിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ കഴിച്ചിട്ട് അങ്ങനെ പോവാം. എന്നാ വാ പോയോക്കാം. അങ്ങനെ ഈ ഒരു പമ്പിലെയും അന്ത്യഉറക്കം കഴിഞ്ഞ് ഞങ്ങൾ തിരിക്കുകയാണ്. എണ്ണമില്ലാ പമ്പുകളിൽ ഞങ്ങൾ കിടന്നുറങ്ങി, ധാബകളിൽ കിടന്നുറങ്ങി. എല്ലാ ദിവസവും ഓട്ടോയിലാണ് കിടന്നുറങ്ങിയത്. ഇനി നമ്മൾ ഈ ഒരു ഹൈവേയിലോട്ട് കയറിയിട്ട് അങ്ങനെ നേരെ വിട്ട് കഴിഞ്ഞാൽ ഗുണ്ടൽപേട്ട്. അപ്പോൾ നമ്മൾ ഗുണ്ടൽപേട്ടിലേക്ക് എത്തിയിരിക്കുവാണ്. ഗുണ്ടൽപേട്ടിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താ വെച്ചാൽ ചായ കുടിക്കണം. നമ്മൾക്കിന്ന് രാവിലെ തിന്നാൻ കിട്ടിയുള്ള ചോറാട്ടോ. ഇവിടെ ഭയങ്കര തിരക്ക്. ഇവിടെ മാത്രമേ ഉള്ളൂ ഗുണ്ടൽപേട്ടിൽ അല്ലേ. ഏത് ഹോട്ടലിൽ തന്നെ ഉള്ളൂ. ഇത് സൈസ് ഉപ്പുമാവ് പോലെയുള്ളൊരു സംഭവമാണ്. കഴിച്ചോട്ടെ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചപ്പോൾ ഭക്ഷണത്തിന് 35 ആ റൈസിന് 35 70 രൂപ. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഊട്ടിയാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ കോഴിക്കോട്, വയനാട്, കോഴിക്കോട്, മുത്തങ്ങ വഴി അങ്ങനെ ഇറങ്ങിപ്പോവാം. നേരെ പോയത് അപ്പക്കാട് വഴി പോവാം. ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് കട്ടാവണം. ഇത് പെട്രോൾ വണ്ടിയാണ് നമ്മുടെ മുന്നിൽ. ഇവിടെ ഉണ്ട് പരസ്യമൊക്കെ വെച്ച് ഭയങ്കര സെറ്റപ്പാണ് ഇവരുടെ വണ്ടികളൊക്കെ. അപ്പോൾ നമ്മൾ ഇതുവഴി കയറും. ഓക്കെ, കയറിയുണ്ട്. ഇനി നമ്മൾ ഇതുവഴി അങ്ങനെ നേരെ വിട്ടാം. കാട് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് നാഷണൽ പാർക്ക്. ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലൂടെയാണ് നമ്മൾ കയറുന്നത്. മുതുമല ടൈഗർ റിസർവിലൂടെ നമ്മൾ വിടൂല. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ പോകുന്നത്. ശരിക്കും ഞങ്ങൾക്ക് ലാഭം എന്ന് പറയുന്നത് തൊപ്പക്കാട് വഴി ഇറങ്ങുന്നതാണ്. തൊപ്പക്കാട് അവിടെ പിന്നെ ഉടല് നാടുകാണി നിലമ്പൂർ, വണ്ടൂർ അങ്ങനെ പോകുന്നതാണ് ഞങ്ങൾക്ക് സുഖം. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ലാഭം. പക്ഷേ എങ്കിൽ ഞങ്ങൾ ഓട്ടോറിക്ഷ ആയതുകൊണ്ട് നമ്മളതിൽ വിടൂല. 3 വീൽ അതിൽ വിടൂല. 3 വീൽ ഇതിലേ പോകാൻ പറ്റുള്ളൂ. ബന്ദിപ്പൂരിലൂടെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ പോകുന്നത്. നമ്മൾ മുത്തങ്ങ ഒക്കെ പോയ വഴിയാണ് ഞങ്ങൾ. പക്ഷേ ഇതിലാണ് പോവാണ്. ഈ കാളക്കുട്ടന്മാരെ കണ്ടപ്പോഴേ
ഒരു ഇവിടുത്തെ ഒരു ഗ്രാമീണം കാണാൻ നല്ലൊരു വൈബായിരിക്കും എന്ന് തോന്നി. അതുപോലെ തന്നെ അവിടെ നല്ലൊരു മലനിര കണ്ടാ, വലിയൊരു മല. ആ ഒരു മല അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു റോഡ് ഇങ്ങനെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീല്. എന്നാൽ പിന്നെ ഇതിലേയും കൂടി കയറിയിട്ട് പോയാൽ മതി എന്നുള്ളൊരു മൈൻഡ് അല്ലേ. അങ്ങനെ ആ റോഡ് ഇങ്ങനെ ഒരു 1/2 കിലോമീറ്റർ കയറി പോന്നാലേ ഒരു ഗ്രാമത്തിലേക്കാണ് അല്ലേ. ഗ്രാമത്തെ നടുക്ക്. ഇവിടെ ആർക്കും ജോലിയൊന്നും ഇല്ലേ, എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്നു അല്ലേ. എല്ലാവരും വളരെ ഫ്രീ ആണ്. ഇവിടുത്തെ വീടുകളും വലിയ തിരക്കേടില്ല, പക്ഷെങ്കിൽ ഹൈറ്റ് പൊതുവേ വലുത് കുറവാണല്ലോ അല്ലേ. കാളകൾ കാളകൾ അയ്യോ അയ്യോ അടിപൊളിയായി. ഇതിലൊക്കെ വരാൻ നല്ല രസമാണ്. ഇതാണ്ട കാളക്കൊമ്പന്മാരെ കണ്ട, എന്താ പോലെ കൊമ്പ്. നിർത്താൻ കണ്ടങ്ങൾ ഓരോ വണ്ടിയാണ്, ഒരു കെട്ട് വലിക്കണ വണ്ടി. അതിലൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ അല്ലേ, ഇഷ്ടംപോലെ വീടുകളുണ്ട്. ഇന്നിവിടെ എന്താ ലീവാണോ? എല്ലാവരും ഒരുപാട് ആളുകളുണ്ട് അല്ലേ. ഗ്രാമത്തിലെ ആളുകൾ ആണുങ്ങളൊക്കെ ഇന്നിവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഗ്രാമത്തിൻ്റെ എൻഡാണത്. ഒരു ലാസ്റ്റ് സ്ഥലത്തേക്ക് വന്നു. ഇവിടെ ഒരുപാട് ഓട്ടോ സ്റ്റാൻഡ് ഓട്ടോക്കാരൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഒരു മാർക്കറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? എന്ത് ഉള്ളിയാണല്ലേ. അങ്ങനെ നമ്മൾ സത്യം പറഞ്ഞ ഒരു മാർക്കറ്റ് പോലത്തെ സ്ഥലത്തേക്ക് നടുക്ക് എത്തിയേക്കുവാണ്. അതിലിങ്ങനെ വഴിയുണ്ട്. എല്ലാവരും ലീവാ കേട്ടോ. ഇത് അത്ര വലിയൊരു എന്താ പറയാ, അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തൊരു ഗ്രാമമല്ല, അടിസ്ഥാന സൗകര്യങ്ങളുള്ള വളരെ നല്ലൊരു ഗ്രാമമാണ് ഈ ഒരു ഗ്രാമം എന്ന് പറയുന്നത്. അത് കണ്ട നല്ല രസമുള്ള വീടിലെ. ഞങ്ങൾ ഈ പറമ്പോയി പോവാട്ടോ. കാരണം എന്താ അറിയോ, ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും നമ്മൾ ഊട്ടി റൂട്ട് നമുക്ക് പോയി ചാടും. അപ്പം ഈ പറമ്പ് റോഡ് പോയി കഴിഞ്ഞാൽ മിക്കവാറും അന്നോടത്തേക്ക് എത്താൻ സാധ്യത ഉണ്ട്. അതിൽ വന്നേ. അപ്പം അങ്ങോട്ട് ഒരു പറമ്പ് റോഡാണ്. പറമ്പ് റോഡ് ഓൺ ദ സ്റ്റേജ് ഇങ്ങനെയാണ്. ഇത് പഞ്ചായത്ത് ഡബിൾ കട്ട റോഡാണ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ പക്ക. ഈ വഴിയിലിങ്ങനെ വന്നിട്ട് ഒരു വീടുണ്ട്, ഇവിടെ കന്നുകാലികളുണ്ട് അല്ലേ. ഒരു ചെറിയൊരു വണ്ടി, കാളവണ്ടി ഉണ്ട്. ഇത് എവിടുക്കാണെന്ന് അറിയില്ല കേട്ടോ. ഇത് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരേണ്ട ഒരു എന്തോ. ഇവിടെ 2 വഴിയുണ്ട്, താഴത്തേക്കും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്. അങ്ങോട്ടുള്ള വഴി കണ്ടത് രണ്ടും പോരാ. നമ്മളിന് നമ്മളെ തമ്പ്രാൻകുട്ടീനെ ക്ഷണിക്കുകയാണ്. തമ്പ്രാൻകുട്ടി ഇതാക്കണം അവിടെ. തമ്പ്രാൻകുട്ടീൻ്റെ പറയുന്ന പോലെ പോവാം നമുക്ക്. ഓക്കെ, അതിലെ പോയോക്കാം. നമ്മളപ്പുറത്ത് കണ്ട മലയാണത്. ഇപ്പൊ അതിന്റെ ഇപ്പുറത്ത് കൂടെ നമ്മള് പോണേ. ഏതായാലും നമ്മള് റോട്ടിക്ക് എത്തുമെന്തോന്ന് ഒന്നും അറിയില്ല. പോയി വെക്കാം. അമ്മേ ധനുഷ് ബേക്കുന്നൊന്നും ചാടണില്ലല്ലോ അല്ലേ? വെരി ഗുഡ്. അയ്യോ അയ്യോ, ഇതാണ് പ്രശ്നം കേട്ടോ. പ്രശ്നം നമ്മൾ ഈ റോഡ് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേങ്കിൽ അങ്ങ് ദൂരെ അറ്റത്ത് മെയിൻ റോഡ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ അവിടേക്ക് എത്തണം.
ഇതിലങ്ങനെ പോയി കഴിഞ്ഞാൽ എത്തും എന്താ വെച്ചാൽ അറിയില്ല. അത് അവിടെ റോഡ് കാണും, നമ്മൾ ഇതിലെങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. ഓ അങ്ങനെ ഞങ്ങൾ റോഡിന്റെ വക്കിലേക്ക് എത്താനായിട്ടുണ്ട്. ഇവിടേക്ക് ഇങ്ങനെ പോന്നപ്പോൾ തന്നെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. ആ ഭാഗം കണ്ട, ആ പറമ്പ് കൂടെ ഞങ്ങൾ ഇവിടെ പോകുന്നത്. ചാടി കളിച്ച് ഓരൻ്റെയൊക്കെ ഫിലമെന്റ് പഠിച്ചു. കണ്ട അവിടെയൊക്കെ വീടുകളാണ്, ധാരാളം വീടുകൾ. ഒരു അപ്പാർട്ട്മെന്റ് പോലെ കേട്ടോ വീടുകളെന്ന് പറയുമ്പോൾ. എന്നാൽ സാധാ സിംഗിൾ വീടുകളുണ്ട്, ഇല്ല നല്ല. ഇവിടുത്തെ വീടുകളൊക്കെ സെറ്റപ്പാ, നല്ല നല്ല വീടുകളാണ് അല്ലേ? അതെ, ഇതിലെ പോയാലാണ് റോഡ്. കാരണം നമ്മള് അതിലൊന്നും പോയിട്ട് കാര്യമില്ല. അതിൻ്റെ ആ പൊളി അതാണ് ഫ്രണ്ട്. ഈ ഗ്രാമത്തിന്റെ ഫ്രണ്ട് അതാണ്. ഇതൊരു ഗ്രാമം എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് നല്ല എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു ഗ്രാമമാണ്. ചെറിയ ചെറിയ വീടുകളുണ്ടെങ്കിലും പക്ഷേ ഇവിടെ ഒരു 70% അത്യാവശ്യം നല്ല വീടുകളാണ് അല്ലേ? ടോയ്ലറ്റ്, വെള്ളം, അത്തരം സൗകര്യങ്ങളൊക്കെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഒരു സ്ഥലത്ത് കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോയതിൽ കണ്ട ഒരു കുറച്ചും കൂടി ഇല്ലേ സൗകര്യങ്ങളുള്ള ഒരു ഗ്രാമം അതാണ്. നമ്മൾ റോട്ടിലേക്ക് ഡയറക്റ്റ് റോട്ടിൽ കയറി ഇനി നമ്മളുടെ യാത്ര ആരംഭിക്കുകയാണ്. ഇനി റോട്ടിൽ കയറിയുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം വണ്ടിനൊന്ന് റെസ്റ്റ് എടുക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ കാട്ടിക്കാണ് കയറാൻ പോകണം. അപ്പോൾ കാട്ടിൽ നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് കൊടുത്തിട്ട്, കാട് എത്തുന്നതിന് മുന്നേ റെസ്റ്റ് കൊടുത്തിട്ട് അവിടെ കയറാം അല്ലേ? നമുക്കൊരു മണിക്കൂർ 27 കിലോമീറ്ററൊക്കെ നമ്മൾ പോകുന്നുള്ളൂ. അതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് എവിടെയൊക്കെ നല്ല തണൽ കണ്ടാൽ കുറച്ച് നേരം നിന്നിട്ടൊക്കെ പോവാം. ബന്ദിപ്പൂറിലേക്ക് ഞങ്ങൾ കയറിയിരിക്കുവാണ്. ഇനി കാട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കാടൊക്കെ ആകെ ഉണങ്ങി കടിച്ചിട്ടാലേ. വെയിലിൻ്റെ ചൂട്, ഇതൊരു വേനലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള പച്ചപ്പ് നമുക്ക് കാണാത്തത് കൊണ്ട് വളരെയധികം ഒരു ഷോക്കാണ് ഫീലാവുന്നത് അല്ലേ? ഒരു കുളിർമ നമുക്ക് വരുന്നില്ല. അതെ അതെ, പച്ചപ്പ് ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാടിനെ കാണാൻ. കാറ്റുണ്ട്, നല്ല ഒരു തണുപ്പുണ്ടാവും. മഴക്കാലമൊക്കെ ആണെങ്കിൽ നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും. ഇപ്പം ചൂടാണ്. ഇനി എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളൊക്കെ കാണാമോ? ഞങ്ങൾ ഇതുവരെ ഇതിൽ പോന്നിട്ട് മാനിനെ കണ്ടിരുന്നു ഒരു പ്രാവശ്യമല്ലേ? മാനും കുരങ്ങും മാത്രമേ കണ്ടുള്ളാറ്. കുരങ്ങ് പ്രത്യേകിച്ച് എന്തെങ്കിലും കാണുവാണെങ്കിൽ ആനനെ കണ്ടിട്ടില്ല. ഒരാനനെ കണ്ടിട്ടുണ്ട്. വേറെ ഒന്നും ഞങ്ങൾ ഇതുമായി പോരുമ്പോൾ കണ്ടില്ല. ആനക്കൂട്ടത്തെ കണ്ട് എല്ലാവരും വണ്ടി നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ നിർത്തുന്നില്ല. കാരണം നമുക്ക് പണി കിട്ടാൻ സാധ്യത കൂടുതലാണ്. 2 കുട്ടിയും 3 ആളല്ലേ? 2 കുട്ടിയല്ല, 3 കുട്ടികൾ. ഒരച്ഛനും ഒരമ്മയും, അങ്ങനെ ഒരു ഫാമിലിയാണ്. മൊത്തം 5 അംഗങ്ങളുള്ള ഒരു ഫാമിലിയാണ് നമ്മളവിടെ കണ്ടത്. ഇവിടെ കുറച്ച് പച്ചപ്പോ ഹരിതാപോ ഉണ്ട് കേട്ടോ. എന്നാ പച്ചയാളയാ, എത്ര ദിവസമായി ഇത്തരത്തിൽ പച്ച കണ്ടിട്ട്. എന്നാ ലുക്കില് റോഡ് കണ്ടിട്ട് എന്നാണ്ട് പോകാൻ തോന്നുക. വല്ലാത്ത നമ്മൾ ടൈഗർ റിസർവിന്റെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്കടെ കയറിയിട്ടുണ്ട്. ഇവിടെ നല്ല പച്ചയുണ്ട് കേട്ടോ, പച്ചപ്പുണ്ട്. ആന അതിന്റെ കുളന്ത് ആനന്റെ കിള്ളുണ്ട്. കണ്ടു. അതെ, ചെറിയ കുട്ടിയാണ്. അതെ, ഒരു ചിന്ന കുട്ടി. കുരങ്ങന്മാര് മങ്കിക്കുട്ടന്മാര് കണ്ടത്. വെൽക്കം ടു കേരളയാണ്. സ്വാഗതം. വയനാട് വന്യജീവി സങ്കേതം. അപ്പോൾ ഞങ്ങൾ വയനാട്ടിലേക്ക്, അതായത് നമ്മുടെ നാട്ടിലേക്ക്, കേരളത്തിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മുടെ ചെക്ക് പോസ്റ്റ് ആയില്ല, ചെക്ക് പോസ്റ്റ് ഇപ്പോൾ വരും. അമ്മ പറഞ്ഞിരുന്നു കാട്ടുതേൻ കിട്ടുകയാണെങ്കിൽ വാങ്ങാൻ. അപ്പോൾ ഇവിടെ കാട്ടുതേനുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ചോദിച്ച് നോക്കട്ടെ കാട്ടുതേൻ എങ്ങനെ വില എന്നൊക്കെ അറിയാതെ. നമ്മളെ വണ്ടിക്കൊരു റെസ്റ്റ് പോവും. അതെ, ബാക്ക് തുറന്നിട്ടെ. ബാക്ക് തുറന്നിട്ടുള്ള വണ്ടിക്ക് റെസ്റ്റ് പോവും. സംഭവം ഇവിടെ തേനുണ്ട്. പക്ഷേങ്കിൽ 1/2 കിലോ വണ്ടി ഉള്ളൂ. 250 രൂപയുടെ ഇല്ല. 1/2 കിലോ നമ്മൾ കൊണ്ടുപോയിട്ട് അത്രയും നമ്മൾക്ക് ആവശ്യമില്ല. അത്രയും കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കേടുവന്നു പോകും അല്ലേ? അതാരും വെറുതെ തിന്നൊന്നുമില്ലല്ലോ. ഞങ്ങൾ അങ്ങനെ കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റ് എക്സൈസ് കഴിഞ്ഞു. ആദ്യ ചെക്ക് പോസ്റ്റ് വന്നു. അവിടെയും കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ കയറും. ഞങ്ങൾ അങ്ങനെ നാട്ടിലേക്ക്, നാടിൻ്റെ മണ്ണിലൂടെയാണ് ഇനി നമ്മളുടെ യാത്ര.
കേരളത്തിൻ്റെ മണ്ണിലൂടെ ഇനി നമ്മൾ യാത്ര ചെയ്യും. ഓഹോ ഓ ചെക്ക് പോസ്റ്റ് കടന്നിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ചെക്ക് പോസ്റ്റ് കടന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇനി കേരള മണ്ണിലൂടെ, കേരളത്തിൻ്റെ മണ്ണിലൂടെ, നമ്മളുടെ സ്വന്തം നാട്ടിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു പരിപാടി കൂടി ചെയ്യാം നമുക്ക്. അതായത് നമ്മൾക്കിനി തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കയറണം. അതിപ്പോൾ എന്തിനാണെന്ന് എഴുതുന്നത്, ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത് നിലമ്പൂരിലേക്കാണ്. നിലമ്പൂരിലേക്ക് ഞങ്ങൾ ഇറങ്ങണമെങ്കിൽ ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് വീണ്ടും ഒന്നില്ലെങ്കിൽ ഞങ്ങൾ കൂടല്ലൂർ വഴി പോകണം, അല്ലെങ്കിൽ പന്തല്ലൂർ വഴി ഞങ്ങൾ നാടുകാണിയിലേക്ക് എത്തണം. അപ്പോൾ ഞങ്ങൾ കൂടല്ലൂർ വഴി ആയിരിക്കും മിക്കവാറും തിരിയുക. എന്നാലും കുറച്ചുകൂടി എത്തേണ്ടത് ഞങ്ങൾ തീരുമാനിക്കുന്നുള്ളൂ. ഏതായാലും ഞങ്ങൾ തമിഴ്നാട് കൂടി കയറിയിട്ട് അതിലാണ് ഞങ്ങൾ ഇറങ്ങുന്നത്, നിലമ്പൂർ വഴിയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇനിയും നമ്മൾക്ക് ചെക്ക് പോസ്റ്റുകൾ ഒന്നുകൂടി കയറാനുണ്ട്, ഒന്ന് ഇറങ്ങാനുണ്ട്. ഓക്കെ, നമ്മുടെ നാട്ടില് കാടൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഒരുപാട് നേരത്തെ റെസ്റ്റിലാണ്. ഇത് നമ്മൾ ബത്തേരി എത്താനായി. ഞങ്ങളപ്പോൾ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല കേട്ടോ. ഇവിടെ ഹോട്ടൽ നോക്കിയപ്പോൾ ഹോട്ടലും തുറന്നില്ല. അപ്പോൾ ഇപ്പോൾ സമയം 1:30 ആയപ്പോൾ ഞങ്ങൾ ഇന്നലെ വാങ്ങിയ കറുവത്ത് എന്താ മുറിച്ചേക്ക കുരു ഇല്ലല്ലോ ഇതിന്. ആടാ കുരു കമ്മിയാണ്. നല്ല രസമാട്ടോ കാണാൻ. താലിമാരൊക്കെ അല്ലേ, താലി പോലെയൊക്കെ തോന്നുന്നത് കട്ട് ചെയ്തിട്ട്. ഏതായാലും നല്ല ചോപ്പുണ്ട്, നല്ല കളറുണ്ട്. ഇതാണ് കഴിക്കുന്നത്. ഇത് കഴിച്ചിട്ട് ഞങ്ങള് കുറച്ചവിടെ എത്തിയിട്ട് ഹോട്ടലെല്ലാം ഉണ്ടെങ്കിൽ കഴിക്കൂട്ടോ. വേറെ ഇതിവിടെ പൂർണ്ണ വൈക്കൊന്നും കണ്ടില്ലേ. ഇപ്പൊ 1:30 വിശപ്പുണ്ട്. അപ്പൊ നമ്മൾ പോകുന്ന റൂട്ട് പന്തല്ലൂരിലേക്ക്, അല്ലെങ്കിൽ പന്തല്ലൂർ റോട്ടിലേക്ക് ചാടണം എന്ന് കരുതിയിട്ടാണ്. അതായത് നാടുകാണിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചാടണം എന്ന് കരുതിയിട്ട് എടുത്തിട്ടുള്ള റൂട്ടാണത്. ഈ റൂട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ചോദിച്ചെടുത്തതാണ്. ചോദിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ആളുകളോട് ചോദിച്ചിട്ട് എടുത്ത റൂട്ടാണ്. സംഭവം നല്ല രസകരമായിട്ടുള്ള റോഡാട്ടത്. ഇത് ചെറിയൊരു റബ്ബറൈസറാണ്, ചെറിയ റബ്ബറൈസറാണ്. ഞാൻ ഇതുപോയി പോന്നിട്ടുണ്ട്. ഞാൻ പോന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിലെ ഒരു ടിപ്പർ ഡ്രൈവർ ഉണ്ട്, മിഗ്ദാ എന്ന പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇവിടേക്ക് എംസാൻ്റെയൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് വരിക. അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് വരിക. ഇപ്പോൾ തമിഴ്നാട്ടിലാണ് നമ്മളുള്ളത്, നമ്മുടെ കേരളത്തിൽ നിന്ന് വരിക. അപ്പോൾ ഇതിൽ നല്ല തേയിലത്തോട്ടമാണ്, അതുപോലെ തന്നെ പൈൻ മരങ്ങളാണ്. അതിൽ വശങ്ങളിലും അജയ്ക്കൊല്ലി എന്നൊക്കെ പറയുന്നുണ്ടോ, ഇതിലൊക്കെ നല്ല തേയിലത്തോട്ടമാണ്. ഓ എന്നാ ഒരു ലുക്ക. പക്ഷെങ്കിൽ തണുപ്പൊന്നുമില്ല അല്ലേ, തണുപ്പില്ല. റോഡിൻ്റെ മജ കഴിഞ്ഞിട്ടോ മക്കളെ. റോഡിനെ കുറിച്ച് പുകഴ്ത്തിയപ്പോഴേക്ക് റോഡിൻ്റെ മജ കഴിഞ്ഞല്ലോ, വല്ലാത്ത കാര്യം. ഏതായാലും വലിയൊരു തണുപ്പൊന്നും നമുക്ക് ഫീൽ ആവുന്നില്ല. പിന്നെ ഇതുപോലത്തെ ടാനിങ്ങും ഇടയ്ക്കിടയ്ക്കുള്ള ചുരം പോലെയുള്ള കുത്തനെയുള്ള ഇറക്കവും ഒക്കെയാണ് നമ്മൾക്കുള്ളത്. കയറ്റം ഇതേപോലത്തെ കയറ്റവും ഉണ്ട്. ഇരുവശങ്ങളിൽ ആ സൈഡിൽ ഫുള്ള് തേയിലത്തോട്ടമാണ്. കൊളപ്പള്ളി നമ്മൾ കേട്ടിട്ടുണ്ട്. 2 കിലോമീറ്റർ ഉള്ളൂ കൊളപ്പള്ളിയിലേക്ക് നമ്മൾ ചാടും. 2 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇത് ഞാൻ വന്ന റൂട്ട് തന്നെയാണ് കഴിച്ച്. ഇത് അടിപൊളി റൂട്ടാണിത്, നല്ല രസമാണ് ഇതിൽ പോകാൻ വേണ്ടിയിട്ട്. ഇതിലെ കണ്ട തേയില നുള്ളുന്നുണ്ട് തേയില നുള്ളുന്നുണ്ട്. അതുപോലെ തന്നെ തേയില നുള്ളി ഇവർ പോവുകയാണ് പണിയൊക്കെ കഴിഞ്ഞ്. അങ്ങനെ സഞ്ചി കെട്ടും മറപ്പൊക്കെ ആക്കിയിട്ട് കുറേ ആളുകളുണ്ട് അല്ലേ. ഒരു വടിയുണ്ട് കയ്യിൽ, വടിയ പൈപ്പാണല്ലേ, ഒരു പൈപ്പും കാര്യമൊക്കെ ഉണ്ട്. അത് നല്ല രസകരമായൊരു കാഴ്ച കേട്ടോ. നമ്മൾ ഈ റൂട്ട് പോകുന്നത് ഒരിക്കലും നഷ്ടമായില്ല. വേണ്ട അങ്ങോട്ട് നല്ല മലനിരകളാണ്. അതിലൊരു വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടെ വല്ലാതെ സൈഡ് കൊടുക്കാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ താഴത്തേക്ക് പോകും. അടിപൊളി. ഈ എസ്റ്റേറ്റിലെ ആളുകൾക്ക് താമസിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള അവരുടെ വീടുകളാണത് ഈ കാണുന്നത്. ഇതൊരു എസ്റ്റേറ്റ് ആയിരിക്കും. ഈ കാണുന്നത് ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ് കേട്ടോ. ഇതിലെ ചുറ്റുഭാഗം തേയിലയാണ്. എല്ലാ സൈഡും തേയില പൊതിഞ്ഞ് നിൽക്കുന്ന സ്ഥലമാണ്. മക്കളെ ഇതാണ് ഈ ഒരു റൂട്ടിൻ്റെ പ്രത്യേകത. അതിമനോഹരമായിട്ടുള്ള റൂട്ടാണ്. ഞാൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വരട്ടെ, കാരണം എന്താ വെച്ചാൽ പച്ചക്കണ്ണുകൊണ്ട് കാണുന്ന ഈ ഒരു പച്ചക്കളർ അല്ലേ, ഒരു പച്ചക്കളർ പച്ചക്കണ്ണുകൊണ്ട് കാണണം. ഞങ്ങളിപ്പോ ഉള്ളത് പന്തല്ലൂരാണ്. പന്തല്ലൂർ എത്തിയപ്പോ നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ആണ്. ഈ നാട്ടുകാരാണല്ലേ, ഈ നാട്ടുകാരൻ പേരെന്തേലും പറഞ്ഞേ? ഉസ്മാൻക. അപ്പൊ ഉസ്മാൻഖാന്റെ വണ്ടിയാണ്. ഇവിടെ ടാക്സി ഓടുകയാണല്ലേ. ഇവിടുത്തെ വണ്ടി ഇങ്ങനെ ഫുൾ മഞ്ഞാണല്ലേ.
അതന്നെ നമ്മളവിടെ പണി പിടിച്ചാണല്ലേ ഇല്ല. ആ അത് ഈ ബോഡി കണ്ടാൽ തന്നെ അറിയാം നമുക്ക്. ആ ഭയങ്കര എടുത്താണല്ലേ. ഓ ഭയങ്കര. ആ ഓ എവിടെ വീട്? ഇവിടെ ഇതെന്ത് ടയർ ഇങ്ങനെ? ആ ഇത് കുറച്ച് പുറത്തേക്ക് ഉണ്ടല്ലേ ടയർ? ആ അപ്പൊ ഒന്ന് പൊള്ളായിട്ട് നിൽക്കൂലേ? ഒന്ന് രസമാണത്. കുറച്ചൊരു വലിയ ടയർ പോലെ ഇങ്ങനെ നമുക്ക് ഫീൽ ആവും. ഫ്രണ്ട് അങ്ങനെ തന്നെ? ഫ്രണ്ട് ഇല്ലല്ലേ? ഫ്രണ്ട് സാധാ അല്ലേ? ഓ അപ്പൊ അദ്ദേഹത്തിന്റെ വണ്ടി കേട്ടോ ഇത്. നമ്മളിവിടെ നിന്ന് കണ്ടപ്പോൾ നമ്മളവിടെ താഴത്തിപ്പോൾ കുറച്ചത് നിന്നിരുന്നു വണ്ടി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ മുമ്പ് വണ്ടി കണ്ടിരുന്നു പറഞ്ഞു. പക്ഷേ ഇതിലപ്പം എന്താ ആളുണ്ടായിരുന്നു വണ്ടിയിൽ? ആണോ തിരിച്ചു പോരപ്പോ? ഞങ്ങളെ കണ്ടപ്പോ അല്ലേ? ഓ കണ്ടതിൽ വളരെ സന്തോഷം. എന്തായാലും ഏതായാലും നമുക്ക് മൂപ്പരെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഇങ്ങനെ ആളെ കാണുന്നില്ല. അപ്പൊ ഓക്കെ ശരി. നല്ലൊരു മനുഷ്യല്ലേ. കാരണം നമ്മളോട് ഒരുപാട് നേരം ഇരുന്ന് ഞങ്ങളുടെ വെള്ളം ചായയൊക്കെ വേണം വെച്ചു. കാരണം എന്താ ഞങ്ങള് പോരുന്ന ബൈക്ക് ചായ കുടിച്ച്. കാരണം നമ്മൾ ഇന്ന് ചോറുണ്ടാത്തതുകൊണ്ട് ചായ പോരുന്ന ബൈക്ക് കുടിച്ചപ്പോൾ പിന്നെ ഇനി വേണ്ടെന്ന് പറഞ്ഞു. പ്രശ്നമല്ല, നമ്മളിടയ്ക്ക് വരുന്ന റൂട്ടാണ്. അദ്ദേഹത്തിൻ്റെ നമ്പറും കാര്യമൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് വരുന്ന റൂട്ടായതുകൊണ്ട് ആ ടൈമിലേക്ക് നമ്മൾക്ക് അദ്ദേഹത്തെ വിളിക്കാം. എന്താ പറയുക, ഒരു ബന്ധമായി. പന്തല്ലൂരിൽ ഞങ്ങൾക്കൊരു ബന്ധമായി. ആ അതെ തീർച്ചയായും. ആ പ്രശ്നം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വണ്ടിയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളിത് നടക്കുമ്പോഴുള്ള പ്രശ്നങ്ങളുള്ളൂ. അല്ലാതെ ഇവിടെ ഒന്നും നമുക്ക് യാതൊരു പ്രശ്നമില്ല കേട്ടോ. ആർക്കും സുഖമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണത്. ഏതായാലും മൂപ്പരെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഉസ്മാൻകാല. അങ്ങനെ ഞങ്ങൾ നാടുകാണിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നിലമ്പൂർ റൈറ്റിലേക്ക് തിരിഞ്ഞാൽ നമ്മൾ നിലമ്പൂർ റോഡിന് കയറുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് ആ റോഡ് കിടക്കുന്നത്. നമ്മൾ കയറുവാണ്. അയ്യോ നമ്മൾ കയറി. നമ്മളപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നാടുകാണി ചുരം ഇറങ്ങാൻ വേണ്ടി പോവാണ്. അതായത് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് പോകണത്തുള്ളൂ. ഇനി നമ്മൾക്കുണ്ട് താഴത്ത് വൈക്കടവിൽ. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് പോവാം അല്ലേ? അതെ, ധാരാളം മിഠായികളുണ്ട്. മിഠായി കിറ്റ് വേണോ? ആ നിർത്താം. ഇത് എത്ര ആഴ്ച? 60 റുപ്യാണ് ഈ ഒരു കിറ്റ്. ഒന്നും അതേപോലെ നമുക്ക് വലുതുണ്ട്. പിന്നെ ഇനി നമുക്ക് നമ്മുടെ മകാൾക്ക് ഒരു പന്ത് വേണം പറഞ്ഞു. പന്തോ? പ്ലാസ്റ്റിക് വേണ്ട. കാലിങ്ങനെ കട്ടുമ്പോളേ മറ്റേ ഫൈബറിൻ്റെ ഫൈബറല്ലടാ, മറ്റേ റബ്ബർ പോലത്തെ അല്ലേ? അവർക്ക് പ്രത്യേകിച്ച് റോഡ് വളരെ മോശമാണ്. തമിഴ്നാടിൻ്റെ ഭയങ്കര പൊളിഞ്ഞ് കിടക്കുവാണ്. ഇനി നമ്മൾ കയറാൻ പോകുന്നത് നമ്മളുടെ റോഡിലേക്കാണ്. അതായത് നമ്മളുടെ റോഡിലേക്കാണ് ഇനി കയറുന്നത്. എങ്ങനെയുണ്ട്? കാറ്റൊക്കെ വായിച്ച് സെറ്റല്ലേ? ഇനി കണ്ടോ ഡാറിങ് കണ്ടോളി. ഡാറിങ് തന്നെ ഒരു പൊളിയായിരിക്കും. ആ കണ്ടാ റബ്ബറൈസർ എന്നൊക്കെ പറഞ്ഞാൽ മിയ റബ്ബറൈസറാണ് ചെയ്തിട്ടുള്ളത്. ആ അടിപൊളി. അടിപൊളി റബ്ബറൈസറാ. ആ പോണ നാടുകാണി ചുരത്തിലൂടെ ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. നമ്മളുടെ മുന്നിൽ ഒരു കാട്ടുകൊമ്പനുണ്ട്. കാട്ടുകൊമ്പൻ മുളക്കാട്. ഇതൊക്കെ മഴ പെയ്താൽ നല്ല മനോഹരമായുള്ള സ്ഥലമാണത്. മുളവഴിയാ ഞങ്ങൾ മുളയാടി. മക്കളെ 1 മണിക്കൂർ എണ്ണായി ആക്കണേ. ഡോറ് തുറന്നിടുകയാണ്. കുക്കുവിൻ്റെ ജോലി ചെയ്യുകയാണ്. ചൂടുണ്ടോക്കുക? ആ നല്ല ചൂടാട്ടോ. ഇവിടെയാണ് നാടുകാണിയുടെ ഏറ്റവും വലിയൊരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്പോട്ടിലേക്കാണ്. നല്ല ശ്രദ്ധിക്കണ ഒരു വളവാണത്. കണ്ടത് എന്താ വ്യൂ! ഓ എൻ്റെ മോനെ, എങ്ങനെയുണ്ട് നാടുകാണിയിലെ വ്യൂ? അതായത് വഴിക്കടവ്, എടക്കര, മുണ്ടേരി, പോത്തുകല്ല് ഭാഗം, അതുപോലെ തന്നെ മമ്പാട്, എടവണ്ണ, അതുപോലെ പൂക്കോട്ടുംപാട, കാളികാവ്, ചോക്കാട്,
പിന്നെ വണ്ടൂർ, പാണ്ടിക്കാട്, പെരിന്തമണ്ണ ആ ഒരു ഭാഗങ്ങളിലുള്ള ആളുകൾക്കൊക്കെ ഒരു സായാഹ്നം വന്ന് ആസ്വദിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു നാടുകാണി ചുരം എന്ന് പറയുന്നത് അല്ലേ? അത് പറഞ്ഞത് നമ്മുടെ വണ്ടി താണ്ട് അവിടെ എത്തിയിട്ടുണ്ട്. നല്ല സ്പോട്ടാണത്, അടിപൊളി സ്പോട്ടാണ്, അടിപൊളി സ്പോട്ടാണ്. ഞങ്ങളിവിടെ എത്രങ്ങനെ ഹൈറ്റിൽ ഇതുമ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം ആളുകൾ, കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് വീണ് കഴിഞ്ഞാൽ കുട്ടികളൊന്നും ഇങ്ങോട്ട് കയറ്റി നിർത്തരുത്. സൂപ്പറായില്ലേ? അതിലെങ്ങനെ ഒരു കോട മൂടിയ പോലെ, പക്ഷേ എങ്കിൽ നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത് അല്ലേ? ഞങ്ങളെ കണ്ണും മോറൊക്കെ ആകെ വാടിയുണ്ട്. ഞങ്ങൾ ഒന്നിലാറൊന്നും കുളിച്ചിട്ടില്ല, വീട്ടിലെത്തിയിട്ട് വേണം കുളിക്കുക, ശരിക്കും കുളിക്കണം. കുളിച്ചിട്ട് അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴത്ത് നമ്മൾ പോകുന്ന വഴി അവിടെ കാണാം. അതുപോലെ തന്നെ ഇഷ്ടംപോലെ വീടുകളുണ്ടാവും. ഈ കാണുന്ന വെള്ള അതൊക്കെ വീടുകളാണ്. ഓ, ഇവിടെ കുറച്ചേരം നിന്നിട്ട് പോകാൻ പറ്റും അല്ലേ? അറിയോ മാസ്ക് വരിക? മാസ്ക് വരണ എന്താ പ്രശ്നം? ഞങ്ങള് മുംബൈയിൽ നിന്ന് വരാം. ഞങ്ങള് നാടുകാണിയിൽ നമ്മളെ നാട്ടിലേക്ക് എത്തിയപ്പോൾ ഒക്കെ നമ്മള് പിള്ളേരാണ്, എല്ലാവരും നമ്മളുടെ വീഡിയോ കാണുന്ന ആളുകളാണ്. നിങ്ങൾ എവിടെ നിന്ന് വരുന്ന മക്കളെ? ഊട്ടി എന്താ തണുപ്പുണ്ടോ? തണുപ്പില്ലേ? രണ്ടാൾ മാത്രോ? അല്ല എവിടെ സ്ഥലം എവിടെ? കുക്കുവിന്റെ നാട്ടുകാരാണല്ലേ? ഓ മക്കളെ, കുക്കു കണ്ട് നിർത്തിയാവട്ടോ. നമ്മൾ പോരുന്ന വഴിയാണ്. ഇവരൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. പകുതി വരെ പോകുമ്പോൾ ചാടിച്ചു പോരില്ലേ? അത് നമ്മളെ ഇവിടെ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. നിങ്ങളെന്താ പേരെന്താ? അനീത്, സുജിത്ത്, അനന്ത്, അനിൽ ബാബു. പിന്നെ ഇറങ്ങല്ലേ? ഞങ്ങൾ ഇറങ്ങാം. നിങ്ങൾ മേലക്കാ കുറച്ചും കൂടി ചാടിച്ചണം. അതെ, നമ്മൾ കണ്ടില്ലേ? ഞങ്ങൾ ചാടിക്കാൻ പോണ തരാണത്. ഞങ്ങളിടയ്ക്കൊരു ചായക്ക് പൂതി, ചായക്ക് പൂതി ആയി കഴിഞ്ഞാൽ കയറുന്ന സ്ഥലമാണ് ഈ നാടുകാണി ചുരം. നാടുകാണി, അതുപോലെ തന്നെ അതിന് മേലെ കൂട്ടിയാണെങ്കിലും മസനഗുടി ആണെങ്കിലും ഒക്കെ. എന്നാൽ പിന്നെ നമുക്ക് പോകല്ലേ? ഞങ്ങൾ പോയാലോ? കുക്കുവിൻ്റെ നാട് കുളങ്ങരയാണ്. കുളങ്ങരയിലേക്കുള്ള യഥാർത്ഥ വഴിയാണ് ഈ വഴി എന്ന് പറയുന്നത്. അങ്ങനെ കുളങ്ങരയും കഴിഞ്ഞ് കുളങ്ങരയിൽ നിന്ന് ഇനി ഒരു 1/2 കിലോമീറ്റർ ആയില്ലേ നടുവത്ത് ടൗൺ സ്ഥിതി ചെയ്യുന്നു. എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ നടുവത്ത് ടൗണ് കുക്കു കാണുന്നത്. കയ്യെ കാണിച്ച് നോക്കിയിട്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ടോണ്ട് അവിടെ. അപ്പോൾ കുക്കുവിൻ്റെ ടൗണിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നടുവത്ത് ടൗൺ എന്ന് പറയുന്നത്. നടുവത്ത് അങ്ങാടി അല്ലേ? ഇരുടായി പോയി. അതെ, ഇരുടായി പോയി. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 6:45. 6:45 നേരത്ത് ലൈറ്റ് കുറച്ച് ലൈറ്റേ ഉള്ളൂ. ഒരു കുറഞ്ഞ ലൈറ്റിലൂടെ നടുവത്ത് ടൗണിലൂടെ ഞങ്ങൾ പാസ്സാവുകയാണ്. ഏതാണ്ട് 1 മാസത്തോളമായി നടുവത്ത് ടൗണിൽ നിന്ന് ഞങ്ങൾ പോയിട്ട് അല്ലേ? ഓ, അങ്ങനെയെങ്കിൽ ഇനി അടുത്തതായിട്ട് നമ്മൾ എത്താൻ പോവുക വണ്ടൂരാണ്. വണ്ടൂരാണെങ്കിൽ അമ്പലപ്പടിയുണ്ട്, പുളിക്കലുണ്ട്, അങ്ങനെ ഒരുപാട് ചെറിയ സ്റ്റോപ്പുകളുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മെയിൻ ടൗണ് വണ്ടൂരിലേക്ക് എത്തുന്നതായിരിക്കും. ഇവിടെ നിന്ന് കൃത്യം 3 കിലോമീറ്റർ അല്ലേ? വണ്ടൂരിൻ്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുവാണ് ഞങ്ങളുടെ സ്വന്തം വണ്ടൂർ. വണ്ടൂർ ടൗണ്, ഞങ്ങളുടെ ടൗണ്. അയ്യോ 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 അയ്യോ, നമ്മളുടെ ടൗൺ. നമ്മളുടെ വണ്ടി ഇവിടെ ഇടയിൽ പാർക്ക് ചെയ്യണം. അപ്പം ഞങ്ങളുടെ 10K സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുട്ടികൾക്ക് കേക്ക് കൊണ്ടുപോവാണ്. നമ്മുടെ ഇക്കാൻ്റെ കടയായിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു കേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമ്മളുടെ ചാനലിൻ്റെ പേരൊന്നും എഴുതണം. ഞങ്ങൾ ഇരുടായി പോയി. വീട്ടിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. വീട്ടിലേക്ക് എത്തി ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ വീടാണ്. ഇരുടായി പോയി, പറ്റ ഇരുടായി പോയി. സമയം 7:00-7:30 7 മണി, 7:15. നമ്മൾ വീട്ടിലെത്തിയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ എടുക്കണം. അതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ മകളൊക്കെ ഒന്ന് കാണണം. മകളൊക്കെ ഒന്ന് കാണട്ടെ. ഹായ് ഹായ് ഹായ്, എവിടെ പന്ത്? എന്നാ ഇതൊക്കെ എനക്കാണ്. എന്നാ വാ, എങ്ങനെയുണ്ട്? മഞ്ചാണ്, മഞ്ച് ഫുള്ള് മഞ്ചാ. കണ്ണട ഉണ്ട്. ആ കണ്ണട എടുത്താ അച്ഛൻ കാണിച്ചു തരാം. ഞങ്ങൾക്ക് എന്ത് ചെയ്യണം തോന്നുന്നുണ്ടോ? തെഞ്ഞോ? ഇത് അമ്മ, ഇതിന്റെ വൈഫ്, ഇതിന്റെ മോള്, ഇത് ഏട്ടന്റെ ചെക്ക. ഓ കണ്ണട ഇട്ടോ? ആ കാണില്ല കേട്ടോ. ആയ് കണ്ണടയൊക്കെ ഇട്ട് സൂപ്പറായി അല്ലേ?
അവിടെ വെക്ക് അങ്ങനെ വെക്ക് കണ്ണടേ ഒരു ഹായ് ഉണ്ടാ അവിടുന്ന് വിട് കൈ എടുക്ക് അങ്ങനെ നിക്ക ആണ്ടാ അങ്ങനെ നിക്കും അതെ ഹായ് ഞങ്ങള് വീട്ടിൽ കയറിയില്ല വീട്ടിൽ കയറിട്ടോ അത് ഗൈസ്. അപ്പം എന്താ വെച്ചാൽ നമ്മുടെ ഈ സാധനങ്ങൾ കംപ്ലീറ്റ് ഇറക്കണം. ഇതിപ്പോൾ ഈ രാത്രി നേരം ആയതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഞാൻ അത് കാണിച്ചു തരാൻ അല്ലേ ലൈറ്റിൻ്റെ ഒരു വിഷയം കൊണ്ടും പിന്നെ ടൈം ഒരുപാടായി 10:30 അപ്പോൾ ഈ ഒരു സംഭവം ഞങ്ങൾ ഫുള്ളായിട്ടൊന്ന് ഇറക്കിയിട്ട് വണ്ടീനെയൊക്കെ അങ്ങോട്ട് ഇറക്കിയിടണം. എന്നിട്ട് നമുക്ക് കേക്ക് മുറിക്കണം, കുളിക്കണം അല്ലേ, നല്ല ചൂടാണ് അവിടെ, കുളിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒക്കെ ചെയ്യണം. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്, വളരെ സന്തോഷം. പോയിപ്പോ നല്ല രീതിയിൽ പോന്നില്ലേ അല്ലേ. ഏതായാലും ഞങ്ങൾ ഇതൊക്കെ നിറക്കിച്ചിട്ടേ ഒന്ന് ഫ്രീ ആവട്ടെ. അപ്പോൾ ഞങ്ങളുടെ വീടാണ്, ഞങ്ങൾ കേക്ക് വാങ്ങിയിട്ടുണ്ട്. കുട്ടികളാ അത് എൻ്റെ ഏട്ടന്മാരെ കുട്ടികളാണ്, അത് എൻ്റെ മോളാണ്. ഇന്ന് നമ്മുടെ പരിപാടി കേക്ക്, നമുക്ക് 10K സബ്സ്ക്രൈബർ ആയിട്ടുള്ള കേക്ക് മുറിക്കുവാണ് അവിടുത്തെ. പിന്നെ അത് മാത്രമല്ല 2 കാര്യമില്ല ഇപ്പോൾ വേറെന്താ, നമുക്ക് ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്നൊരു വരുമാനം കിട്ടിയ ദിവസം കൂടിയാണ്, കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കേക്ക് മുറിയാണ്, ചെറിയൊരു കേക്കാട്ടോ, ചെറിയൊരു കേക്കാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ മുറിക്കാൻ വേണ്ടി പോകുന്നത്. ആയി മുറിച്ചോ, മുറിച്ചോ, ഉപ്പും മുറിച്ചോ, ആയി മുറിച്ചോ, ഇഞ്ചി മുറിച്ചോ, ഉപ്പും മുറിച്ചോ. ഞാനൊരു പൊട്ടിരിക്ക താകരില്ല വയസ്സ്. ആയിട്ട് ഞങ്ങൾ ഇതുവരായിട്ട് ഒരു പരിപാടി കാട്ടില്ല. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്കൊന്നും ഞങ്ങള് യാതൊരുവിധ പരിപാടിയും കാട്ടിയില്ല, യാതൊരുവിധ പാർട്ടി ഇല്ലായിരുന്നു. വൈഫാണ് ക്യാമറമാൻ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ 10K അതുപോലെ തന്നെ നമുക്ക് ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയതിൻ്റെയും ഒരു ചെറിയൊരു സന്തോഷം അല്ലേ, ചെറിയൊരു സന്തോഷമാണ്. ഇതൊക്കെ മുറിച്ചിട്ട് ഒരു കൊടുക്കും. ആരും ഇവിടെ നിൽക്കും. ഞങ്ങൾക്ക് എന്താ ഫുഡ്, ഞങ്ങൾക്ക് എന്തെന്ന് ഫുഡ് എന്താ, നമുക്ക് ഇതാണ് ഞങ്ങളുടെ അടുക്കളയാണ്, ഞങ്ങളുടെ അടുക്കള. ഞങ്ങൾക്ക് ഇന്ന് എന്താ സ്പെഷ്യൽ, എന്താ ചിക്കനുണ്ട്, പിന്നെന്താ ചോറെന്താ തേങ്ങാച്ചോറ്. സംഭവം സെറ്റാണ്, സെറ്റ് പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ചിക്കനും തേങ്ങാച്ചോറുമാണ് ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതായാലും അടിപൊളിയായി. പിന്നെ ഞങ്ങൾ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ ബൈ.